എന്താണ് ഒരു ലൈറ്റ്. അയ്യോ കമല 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 അയ്യോ അയ്യോ ഇതിലൂടെ ഇതിനായിട്ട് വിളിക്കാന്ന്. ഓ എൻ്റെ ഒരു പറ്റില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് എന്തായാലും കളിക്കാൻ പോകുന്നത് കമല എന്ന് പറഞ്ഞ ഗെയിമാണ് ഗൈസ്. അപ്പോൾ ഞാൻ കുറേ ഗൈസ് കളിക്കാൻ വിചാരിച്ചിരിക്കുന്ന ഗെയിമാണ് കമല. അപ്പോൾ ഇന്നാണ് എനിക്ക് സമയം കിട്ടിയത്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും കളിക്കാൻ വിചാരിച്ചു. ഗ്രാനി കളിക്കുമ്പോട്ടേ ഞാൻ കളിക്കാമെന്ന് വെച്ച് നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ ഹൊറർ ഗെയിമൊന്നും നമ്മൾ പേടിക്കില്ലല്ലേ ഗൈസ്. അങ്ങനെയാണ് ഞാൻ പേടിക്കണമെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ അത് നോക്കിയിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇവിടെ ഇതേ ഇപ്പോൾ കഥ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കമലയ്ക്കൊരു ബാധ കൂടി, കല്യാണം കഴിച്ചു വന്ന പെണ്ണ് പിന്നെ ഉള്ള ഇതേ കണ്ടായി ഇപ്പോൾ ഉള്ള ആരെ കൊന്നു, അങ്ങനെ എന്തൊക്കെ ഒരു കഥയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് നേരത്തെ ഒരു പ്രാവശ്യം പണ്ട് കണ്ടിട്ടുണ്ട് ഗൈസ് ഇത്. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടും കാണാൻ വിചാരിച്ചു, അതാണ് നിങ്ങൾക്കും കാണിക്കപ്പോൾ. ഇതാണ് ഗൈസ് ഇതാണ് ഒരു വലിയൊരു പൂജാരിയാണ് ഗൈസ്. മറ്റേ എന്താ പറയുക പാതലൊക്കെ ഒഴിപ്പിക്കണ മറ്റേ ഒരാളാണ്. നമ്മളിപ്പോൾ കമലയെ ഒഴിപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. സിനിമകളിലൊക്കെ മേപ്പാടൻ ആ മാതിരിയുള്ള ഒരു ടൈപ്പ് സാധനമാണ്. ഏതെങ്കിലും ഒന്നിനെ നശിപ്പിക്കാതെ ഒരു നാശം കാണാതെ അവൾ ഒഴിഞ്ഞു പോവില്ല. വന്ന് ഗൈസ്. ഇതന്നെയാണ് ഗൈസ് വീട് തോന്നുന്നു. നമ്മൾ മന്ത്രമൊക്കെ ചൊല്ലുന്നുണ്ട് ഗൈസ്. ഇത് വലിയൊരു പ്രായത്തിനെ ഒഴിപ്പിക്കുന്ന ഒരാളാണ് ഗൈസ്. ഇവിടെ എന്തോ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഗൈസ് ഫസ്റ്റ്. അത് വേണമെങ്കിൽ കണ്ട നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും ഗൈസ്. പക്ഷെ നമുക്ക് സ്കിപ്പ് ചെയ്യണ്ട. ഈ തീക്കെടുത്തിട്ടാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അവിടെ നിന്ന് ഒരു കുടം എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇത് എടുക്കാൻ പറ്റില്ല, നമുക്ക് എടുക്കാൻ പറ്റുക ഗൈസ്. നമുക്കിത് ഈ കുട എടുത്തിട്ട് അതിൻ്റെ അടി കൊണ്ടുവച്ച് എന്തോട്ട് അമർത്തണം. എൻ്റെ പേരൊന്നും അറിയില്ല ഗൈസ് എനിക്ക്. ഇതാണ് ഗൈസ് അമർത്തേണ്ടത്. ഇതെല്ലാം തോന്നുന്നു ചുറ്റുപാടത്ത് നേരമൊക്കെ ഉണ്ടാവും. നമുക്ക് ഫുള്ള് സെർച്ച് ചെയ്യണം ഗൈസ്, എന്നാലേ അതിൻ്റെ വടി കിട്ടുള്ളൂ. നമ്മളതിൻ്റെ വടി കൊണ്ട് കളങ്ങുന്നതുകൊണ്ട്. ഇവിടെ ഒന്നുമില്ലല്ലോ. ഗൈസ് കണ്ട മറ്റേ ഇന്ത്യക്കാരായതുകൊണ്ട് മറ്റേ ഇന്ത്യൻ്റെ കുറേ ഡീറ്റെയിലിംഗ് ആണ് കൊണ്ട് വെച്ചത് ഗൈസ്. ഇതാന്ന് തോന്നുന്നു. ഇത് പിടിക്കുമ്പോൾ തോക്കുകളുണ്ട് ഗൈസ് ഗ്രാനിയിലെ. ഇവിടെ മറ്റേ കോലുണ്ട്. പിന്നെ അതൊന്നും നോക്കണ്ട ഗൈസ്, നമുക്കിത് കൊണ്ടുവച്ച് വെള്ളം ഒഴിച്ച് ആ തീ കെടുത്ത് ഉള്ളിൽ കയറിയാൽ മതി എന്ന് തോന്നുന്നു. അത് സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പും ചെയ്യാം കേട്ടോ. ദൂരം അവിടെ വെക്കണ്ടേ? വെച്ച് അതെങ്ങനെയാണ് അടിക്കണ്ടേ? ഇതെങ്ങനെ അടിക്കുക? ഓക്കെ ഇതിങ്ങനെ നമ്മൾ പണ്ടൊക്കെ വീട്ടിലുണ്ടായിരുന്നു ഗൈസ്. ഇതങ്ങനത്തെ ഒരു സാധനമാണ്. അത് വെച്ച് നമ്മൾ വെള്ളം പോകുമ്പോൾ ഇത് നിറയ്ക്കണം. നിറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. എന്നിട്ട് ഈ തീയിൽ കൊണ്ടൊഴിക്കണം. തീയിലൊഴുക്കി അടുത്ത് തന്നാൽ മതി ഗൈസ്. അത് തന്നെ ഒഴിഞ്ഞു. ഇനി നമുക്ക് കമലയുടെ വീടിനുള്ളിൽ കയറാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതുവരെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, അതെല്ലാവരും ഒന്ന് പോയി കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പിന്നെ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം കമൻറ്റ് ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക ഗൈസ് എല്ലാവരും. ഇതിപ്പോൾ ലോഡാണുള്ളൂ, നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. വീട്ടിലെന്തോ പഴത്തൊലി അങ്ങനെ എനർജി ഡ്രിങ്ക് ഷീൽഡൊക്കെ ഉണ്ട് ഗൈസ്. സേഫ്റ്റി റിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ആഡ് കാണണമെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ മറ്റേ ആ മണിച്ചിത്രത്തായിട്ട് മോഹൻലാലിൻ്റെ ചെരുപ്പൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ചായക്കപ്പുണ്ട്. പിന്നെ വെള്ളം കുപ്പി എന്തൊക്കെയുണ്ട്. ഇവിടെ ഉണ്ട് വെള്ളം കുപ്പി. പിന്നെ ഇവിടെ മേശ. ഇതാണ് ഗൈസ് കമല. ഇതേതോ ദൈവമാണ്. ടി വി ഉണ്ട്. പിന്നെ കസാര പാല് ഒക്കെ നിറയ്ക്കുന്ന സാധനമൊക്കെ ഉണ്ട് ഗൈസ്. അത് നമുക്ക് വേണമെന്ന് തോന്നുന്നു.
ഓ എന്തൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്. എക്സോസിസ് കമല വരും ഇനി കമല. ഗൈസ് കമല തോന്നുന്നു എന്തൊക്കെയോ ആടുന്ന ശബ്ദം. കമലായിരുന്നു തോന്നുന്നു ഗൈസ്. ഗൈസ് കമലയൊന്നും കാണുന്നില്ല. നമുക്ക് നല്ല ഇറങ്ങി നോക്കാം. എന്തായാലും ഇത് നമ്മൾ ജയിക്കാനൊന്നും പോണില്ല. ഞാനിത് ജസ്റ്റ് ഇന്ത്യൻ ഗെയിം ഹൊറർ എന്നൊക്കെ വെച്ചിട്ട് വെറുതെ ഒന്ന് കയറി കളിക്കാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു ഗൈസ്. വേണമെങ്കിൽ നമുക്ക് ഏത് എസ്കേപ്പ് ആവാം. അത് നമുക്ക് ഒരു പുത്തരിയല്ല, നമുക്കെല്ലാം എല്ലാത്തിനും എസ്കേപ്പാണ്. നമുക്ക് സിമ്പിളാണ് ഗൈസ്. എന്നിട്ട് അറിയാലോ. ലൈബ്രറി നിങ്ങളെന്ത് പേപ്പർ ഗൈസ്. എന്തൊക്കെ ഗിഫ്റ്റ് കൊടുത്തു. പിന്നെന്തോ അച്ഛന് ഉറങ്ങണമെന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു കത്താണ് ഗൈസ്. വേറൊന്നുമില്ല പ്രത്യേകിച്ച്. ഇതൊക്കെ തുറക്കാൻ പറ്റൂലേ? പക്ഷെ ഗൈസ് ഇത് ഗ്രാനുവല്ല കേട്ടാ. ഇത് കറക്റ്റ് ഒരു പോയിന്റ് നിർത്തുമ്പോൾ അതിലൊരു എന്താണ് ഒരു ലൈറ്റ്. അയ്യോ കമല കമല കമല. അയ്യോ ഇതിലൊരു അജിനായിട്ട് വിളിക്കാന്ന്. ഓ എൻ്റെ ഒരു പറ്റിയില്ല. ഡേ ഞാൻ എൻ്റെ അടി വിളിക്കാൻ പറ്റും വിചാരിച്ചതാ. ഗൈസ് ഇതിൻ്റെ ഒരു ആഡില്ലേ? അയ്യോ 3 ആഡ് 4 മിനിറ്റിൻ്റെ 2 മിനിറ്റിൻ്റെ 3 ആണല്ലോ ഗൈസ് വരുന്നത്. ഓ ഇത് മറ്റേ സാധനം ഗൈസ്. ഈ ഇഷ്ടിക ഈ ഇഷ്ടിക ഇങ്ങനെ തട്ടിയിരുന്നു. എല്ലാം തട്ടിയിട്ടെങ്കിൽ നമുക്കിത് പൊളിക്കാൻ പറ്റും. അങ്ങനെ ആ പോയിന്റ് പിടിക്കണത് വരുന്നുണ്ട് ഗൈസ്. വരുന്നുണ്ട്. തട്ടിടാ ഓടറാ. അയ്യോ ഇതിന് ഓടാൻ കൂടി പറ്റുന്നടേ. ഈ ഓടണ മട്ടൊന്നും മറക്കാനില്ല. ഓടറാ. കക്കൂസേ കയറി. ഓ പിടിച്ച് കുഴപ്പമില്ല ഗൈസ്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. കുഴപ്പമില്ല നമുക്ക്. കുട എടുക്കാൻ പറ്റുമോ ഗൈസ്? കുട എടുത്ത് കഴിച്ചില്ലേ? ഇതിൻ്റെ ഉള്ളിലൊക്കെ കുളിക്കാൻ എന്താ അലമാരൊക്കെ തട്ടിയിട്ടുണ്ട് കമല. ഇവിടെ പ്രത്യേകിച്ച് ഗൈസ് എനിക്കാണേ ഓടി വിളിക്കാൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മളെ നേരത്തെ സെറ്റ് ചെയ്തിട്ട് വിളിക്കാൻ പറ്റില്ലടേ. പുറത്തിറങ്ങും കേട്ടോ നമുക്ക്. ഓ ആ കൊട വെച്ച് പൊളിക്കണം. അങ്ങനെയാണ് ഗൈസ്. ഫാനൊക്കെ താഴ്ത്ത് വരണിക്കുന്നു. ഈ ഭാഗത്താണ് ഗൈസ് എപ്പോഴും കമല ഉണ്ടാവുക. അതുകൊണ്ട് നമുക്കൊന്ന് പേടിക്കണം. ഓ അലമാര അതിൻ്റെ ഒന്നുമില്ല. ഇത് അൾട്രയാണ് കേട്ടുള്ളത്. ഓ ഇത് പൂജാമുറിയാണെന്ന് ഗൈസ്. ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടാവും കേട്ടാ. ഇവിടെ നിന്ന് എന്തെങ്കിലും ഇതെടുക്കാൻ പറ്റുമോ? ഇത് വച്ചിട്ടുണ്ട് ഗൈസ്. തീപ്പെട്ടി എടുക്കാൻ പറ്റില്ല. വിളക്കൊന്നും പറ്റുന്നില്ല ഗൈസ്. ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടാവും ഗൈസ്. കണ്ട സംതിങ് ക്യാൻ ബി പ്ലേസ്ഡ് ഹിയർ. അവിടെ എന്താ പ്ലേസ് എന്നാണ് പറയണത്. എടുത്ത സമയം ഓ കമലളകിന്ന് കേട്ടാ. അതുകൊണ്ട് പറയേണ്, അവസാനമായിട്ട് ചോദിക്കേണ്, ആനക്ക് ഒഴിഞ്ഞു പോവാൻ പറ്റുമോ ഇല്ലയോ? കമലളകി. കമലയുടെ ചിലങ്കയുടെ ശബ്ദം കേട്ടില്ല ഗൈസ്. നമുക്ക് ചിലങ്കയുടെ ശബ്ദം പോകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോയി കുറഞ്ഞ ഗൈസ്. ഇപ്പോൾ നമുക്ക് വേഗം കമല ഈ ഭാഗത്തേക്കാണ് വന്നോ. അയ്യോ മണിയടിച്ചിടാ ഓടറാ. ഓ കമല വെച്ചെടുത്ത് വരണ്ടാ. അയ്യോ ഓ ഇവിടെയാണ് ഈ കസാരയൊക്കെ വലിച്ചെറിയണ ഗൈസ്. വല്ല കട്ടിനടിയിൽ. ഓ ഇതിൽ കളിക്കാൻ പറ്റില്ല. നേരത്തെ നമ്മൾ മൂഞ്ചി സ്ഥലമാണിത്. ഓ കമല ശാന്തി തോന്നുന്നു. ഇപ്പൊ ശബ്ദമൊന്നും കേൾക്കുന്നില്ലേ?
ഒയ്യോ എനിക്ക് ആ ഒച്ച തീരെ ഇഷ്ടമില്ല ഗൈസ്. നമുക്ക് വേണ്ടി പാട്ടൊക്കെ പാടി തരണം തോന്നുന്നു കമല. നമുക്ക് എന്തായാലും ഇറങ്ങാം ഗൈസ്, അതാ നല്ലത്. എന്നിട്ട് ഇതെവിടെ കൊണ്ടൊക്കെണ്ടെന്നൊന്നും അറിയില്ല ഗൈസ്. എനിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മെയിൻ കമല എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലം അവിടെ ഞാൻ തോന്നുന്നു ഗൈസ്. കമല 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 കണ്ട കമല അങ്ങോട്ട് പോയി. നോക്കണല്ലേ, ഓടിക്കോ 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 ഓടിക്കോ. ഓ ഇതിനടിയിലൊന്നും ഓടിക്കാൻ പറ്റില്ല, ഇതിൻ്റെ അടിയിൽ ഓടിക്കാൻ പറ്റില്ല. ഒയ്യോ കമല ഒന്നോണ്ടാ ഇതിൻ്റെ അടിയിലൊന്നും ഓടിക്കാൻ പറ്റുന്നില്ല. ഗ്രാനിലാണെങ്കിൽ നമുക്ക് ഒന്ന് കുഞ്ഞാനൊക്കെ പറ്റിയിരുന്നു, ഇത് അതും പറ്റുന്നുണ്ട്. കമല പിടിച്ചറാ 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 ചേച്ചി, ഒന്നും ചെയ്യല്ലേ. മാമനോടൊന്നും തോന്നല്ലേ. അങ്ങനെ പൂജാനിൻ്റെയും കമല കൊന്നു ഗൈസ്. കമല തിന്നല്ലേ ചെയ്ത, തീരിട്ട് കൊല്ലാണ്. മൃത്യു. അവൻ കൊന്നില്ലല്ലോ, അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യും? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു.